Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. അങ്കമാലി നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സണും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന ലിസി ടീച്ചറുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. റോജിയം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ അടിയുറച്ച ഒരു കോൺഗ്രസുകാരിയായി ആരോഗ്യം അനുവദിച്ച നിമിഷം വരെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ടീച്ചർ അങ്കമാലിയിൽ പരിപാടി ഉണ്ടായാൽ അവിടെ ഉണ്ടാവും, എറണാകുളത്ത് പരിപാടി നടത്തിയാൽ അവിടെ ഉണ്ടാവും, തിരുവനന്തപുരത്ത് പരിപാടി നടത്തിയാൽ ടീച്ചർ അവിടെ ഉണ്ടാവും, ഡൽഹിയിൽ പരിപാടി ഉണ്ടായാൽ അവിടെ എത്തും. അങ്ങനെ അത് അവസാന നാളുകളും ഞാൻ പറഞ്ഞല്ലോ, മക്കളൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് സമ്മതിക്കാതിരുന്ന സമയത്ത് പോലും, കാരണം ടീച്ചർ ആരോഗ്യത്തിൻ്റെ പ്രായാധിക്യവും ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് ദൂരയാത്രയൊക്കെ ഒരുപക്ഷെ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ പോലും ടീച്ചറുടെ ആരോഗ്യം, ടീച്ചറുടെ ഊർജം എന്ന് പറയുന്നത് സംഘടനാ രംഗത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി നിൽക്കുന്നതിലായിരുന്നു. അതുകൊണ്ട് ഏത് സമയത്തും യാതൊരു മടിയും കൂടാതെ എവിടെയും എത്തിച്ചേരാൻ, അതിൻ്റെ ഭാഗമാകുവാനായിട്ട് ടീച്ചർ സന്നദ്ധയായിരുന്നു. അത് ഇവിടെ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് എത്തിച്ചേരും. വളരെ നേരത്തെ തന്നെ ടീച്ചർ എത്തിച്ചേർന്ന് പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മകനെ പോലെ കരുതി എപ്പോഴും ആ ഒരു കരുണയും അല്ലെങ്കിൽ ആ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകിയാണ് ടീച്ചർ പോയിട്ടുള്ളത്. എനിക്ക് ടീച്ചറുടെ വിയോഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവർ പോയതിൻ്റെ ഒരു വിഷമം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം അത്ര അടുത്ത ഒരു ബന്ധം ഞാനായിട്ടും വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ടീച്ചർ വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് ഒരുപക്ഷെ എനിക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലർക്കും അത് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര അധികമായിട്ട് അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സണായും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായും അങ്കമാലിയുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന ലിസി ടീച്ചറുടെ രണ്ടാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചു നടത്തിയ അനുസ്മരണ സമ്മേളനം റോജിയം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആൻഡു അധ്യക്ഷത വഹിച്ചു. വളരെ ഒരു പ്രയാസമുള്ള ഒരു ദിവസമാണ്. കാര്യം ലിസി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസ് എന്ന് കേട്ടപ്പോൾ അങ്കമാലി ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ലിസി ടീച്ചറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ സിനി മനോജ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷൈനി ജോർജ്, നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആന്റോ മാവേലി, DCC സെക്രട്ടറി KP ബേബി, UDF കൺവീനർ TM വർഗീസ്, അഡ്വക്കേറ്റ് KS ഷാജി, മേരി വർഗീസ്, മീര അവറാച്ചൻ, ലതിക ശശികുമാർ, സാജു നെടുങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ടീച്ചർ എപ്പോഴും ഇവിടെ ഓടിയെത്തുമായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ അപ്പുറത്ത് ടീച്ചറിനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവിടേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓടിയെത്തും. അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്കമാലിയിൽ തൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത് കടന്നുപോയ ടീച്ചർ അങ്കമാലി നഗരസഭയെ സംബന്ധിച്ചുമൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസരത്തിൽ ടീച്ചറിനെ ഒരിക്കൽ കൂടി ടീച്ചറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ടീച്ചറെ ഇവിടെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ടീച്ചറുടെ പ്രവർത്തനങ്ങൾ, ടീച്ചർ കാണിച്ചു തന്ന ആ ഒരു മാതൃക, അതൊക്കെ നമുക്ക് സ്വായത്തമാക്കി സംഘടനാ രംഗത്തും പാർട്ടി പ്രവർത്തന രംഗത്തും ഒക്കെ അതൊരു ഊർജ്ജമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്